ഗ്രാഫിക്സിൽ ടെർമിനേഷൻ പോയിന്റ് ആയിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് ആരോ ഹെഡ് എന്നുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആരോ ഹെഡ്സ് നമ്മൾ പല ഡ്രോയിങ്സിലായിട്ട് കാണാറുണ്ട്. ഈ പ്രധാനപ്പെട്ട 3 ആരോ ഹെഡ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ടൈപ്പ് ഓപ്പൺ ആരോ ഹെഡ്. ഓപ്പൺ ആരോ ഹെഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡയമെൻഷൻ ലൈൻ വന്നു കഴിഞ്ഞാൽ ആ ഡയമെൻഷൻ ലൈനിൻ്റെ എൻഡിലായിട്ട് ഓപ്പൺ ലെവലിലാണ്, അല്ലേ? ഇവിടെ ഒരു ഓപ്പൺ ലെവലിലാണ് ആ ഒരു ആരോ ഹെഡ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഓപ്പൺ പൊസിഷൻ ആയിക്കൊണ്ട് കാണിക്കുന്ന ആരോ ഹെഡാണ് ഓപ്പൺ ആരോ ഹെഡ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ക്ലോസ്ഡ് ആരോ ഹെഡാണ് രണ്ടാമത്തൊരു ആരോ ഹെഡ്. ക്ലോസ്ഡ് ആരോ ഹെഡിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്പൺ സ്പേസിൽ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഓപ്പൺ ആരോ ഹെഡിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ പൊസിഷൻ ഉണ്ടായിരുന്നത്, അതിനൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച രീതിയിലാണ് നമുക്ക് ക്ലോസ്ഡ് ആരോ ഹെഡ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ദെൻ ഫിൽഡ് ആരോ ഹെഡ് എന്നുള്ളതാണ്. ഫിൽഡ് ആരോ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ക്ലോസ്ഡ് ആരോ ഹെഡിൽ ക്ലോസ് ചെയ്ത് വെച്ച പൊസിഷനിൽ വരച്ചതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഫിൽഡ് ആരോ ഹെഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 തരത്തിലാണ് ആരോ ഹെഡ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ആരോ ഹെഡ്, ഓപ്പൺ ആരോ ഹെഡ്, ക്ലോസ്ഡ് ആരോ ഹെഡ്, ഫിൽഡ് ആരോ ഹെഡ്. അപ്പോൾ ഇങ്ങനെ 3 രീതിയിലാണ് ആരോ ഹെഡുകൾ നമ്മൾ വരയ്ക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ആ വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഫീച്ചറുമായി ബന്ധപ്പെട്ടാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഓപ്പൺ ആണെങ്കിൽ ഓപ്പൺ ആരോ ഹെഡ്, ക്ലോസ്ഡ് പൊസിഷൻ ആണെങ്കിൽ ക്ലോസ്ഡ് ആരോ ഹെഡ്, അതല്ല ഫില്ല് ചെയ്ത് വെച്ച രീതിയിലാണെങ്കിൽ ഫിൽഡ് ആരോ ഹെഡ്. മാത്രമല്ല ആരോ ഹെഡ് വരയ്ക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ളൊരു സൈസിങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ സൈസിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഈ ഒരു ലെങ്ത്ത് എത്രത്തോളം വേണമെന്നുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഹൈറ്റ് എത്രത്തോളം വേണമെന്നുള്ളതും സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡിലാണ് നമ്മൾ വരയ്ക്കാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആരോ ഹെഡിൻ്റെ, ഇപ്പോൾ ഒരു ഫിൽഡ് ആരോ ഹെഡാണ് നമ്മൾ വരയ്ക്കുന്നത് എങ്കിൽ ആ ആരോ ഹെഡിൻ്റെ ഹൈറ്റ് എത്ര വരുന്നുണ്ടോ അതിൻ്റെ 3 ഇരട്ടി വേണം അതിൻ്റെ ലെങ്ത്ത് എന്നുള്ളതാണ്. അപ്പോൾ ആരോ ഹെഡിൻ്റെ ഹൈറ്റായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഹൈറ്റ് കാണിക്കുകയാണെങ്കിൽ ആ ഹൈറ്റിൻ്റെ 3 ഇരട്ടിയാണ് അതിൻ്റെ ലെങ്ത്ത് വരയ്ക്കേണ്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 1 മില്ലിമീറ്ററാണ് ഹൈറ്റാക്കി എടുക്കുന്നതെങ്കിൽ 3 മില്ലിമീറ്റർ എന്ത് വേണം? അതിൻ്റെ ലെങ്ത്ത് വേണം എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് കണക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ പല ആൾക്കാരും ഇത് അറിയാത്തത് കൊണ്ട് പല രീതിയിലും ആരോ ഹെഡ് വരച്ചു വയ്ക്കാറുണ്ട്. പക്ഷേ നമ്മൾ ടെർമിനേഷൻ ആരോ ഹെഡ് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു പ്രൊപ്പോർഷണൽ ലിമിറ്റ് വെച്ചുകൊണ്ട് വേണം നമ്മളതിനെ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എങ്കിൽ മാത്രമേ അത് നമുക്കൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഫിഗറായിട്ട് പരിഗണിക്കാൻ വേണ്ടി കഴിയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണല്ലേ ആരോ ഹെഡ്, ടെർമിനേഷൻ പോയിൻ്റ് ആയിട്ടുള്ള ആരോ ഹെഡ് എന്നുള്ളത്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി തന്നെ വരയ്ക്കണം. അപ്പോൾ ആരോ ഹെഡ് 3 രീതിയിൽ നമുക്ക് വരയ്ക്കാവുന്നതാണ്. നമ്മളൊരു റഫായിട്ടൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഓപ്പൺ ആരോ ഹെഡാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഫിഗേഴ്സിൽ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടും ഫിൽഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി ക്ലോസ്ഡ് അല്ലെങ്കിൽ ഫിൽഡ് ടൈപ്പാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റ് ലെങ്ത്ത് റേഷ്യോ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു അറിവോട് കൂടി വരച്ചാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റിയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ.